നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഒരുപാട് കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ രീതിയിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോവാണ്. അപ്പം ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. എവിടെയെങ്കിലും വെച്ചൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവസാനം വരെ വീഡിയോ കാണുക. ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പോസ്റ്റ് എങ്ങനെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ഏത് RRB ആണ് ചൂസ് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ അമൽ സാർ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ എല്ലാവരിലേക്കും മാക്സിമം അപ്ലൈ ചെയ്യുന്ന എല്ലാ ആളുകളിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാനായിട്ട് ശ്രമിക്കാം. അതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് പോവാം. മക്കളെ, ആദ്യം തന്നെ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഏതാണ്? അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ലിങ്ക്, ചിലപ്പോൾ നിങ്ങൾ RRB എന്ന് നേരിട്ട് സെലക്ട് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ടുള്ള വിൻഡോയിലോട്ട് പോകണമെന്നില്ല. അവിടെ കുറേ ആളുകൾക്ക് സംശയം ഉണ്ടായി. അപ്പോൾ ഏത് അപ്ലൈ ലിങ്കാണ് യൂസ് ചെയ്യേണ്ടത്? ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ടായിരിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തോടാ. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ലിങ്കിലേക്ക് പോകാം. ആ ലിങ്ക് വഴി, താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾ നേരെ കയറുമ്പോൾ എത്തുന്നത് എവിടെയാണെന്ന് അറിയാമോ? അതാ ഇതേപോലെ ഒരു ഇന്റർഫേസിലാണ്. ഓക്കെ, നേരിട്ട് നിങ്ങൾ RRB അപ്ലൈ എന്ന് കൊടുക്കുമ്പോഴൊന്നും ചിലപ്പം ഗൂഗിളിൽ ഇതേപോലെ ഒരു ഇന്റർഫേസിൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയി വരില്ല. പകരം ഞാൻ താഴെ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് കയറിയാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ കയറുമ്പോൾ തന്നെ നേരെ നിങ്ങൾ പോകുന്നത് ഇതേപോലെ ഒരു ഇന്റർഫേസിലേക്കാണ്. ഇതിൽ മോളിൽ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഐക്കണും ഉണ്ട്. ഓക്കെ, ലോഗിന്, ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, ഈ രണ്ട് ഐക്കൺ ഉണ്ട്. ഇനി നിങ്ങളൊരു സ്ക്രൈബ് ആവശ്യമുള്ള ആളാണെങ്കിൽ സ്ക്രൈബ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അവിടെ അതും ചെയ്യാവുന്നതാണ്. നമുക്കിപ്പം ആദ്യം എങ്ങനെയാണ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതായത് RRBയിൽ ഇതുവരെയും ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയാം. അതിനുശേഷം എങ്ങനെയാണ് ലോഗിൻ ചെയ്ത്, നോർമലി അക്കൗണ്ട് ഉള്ള ഒരാൾ ലോഗിൻ ചെയ്ത് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ ഇതേ വീഡിയോയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നേരെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന 6/2025 എന്ന് പറയുന്നതാണ് ഈ ഒരു എന്താണ് ന്യൂസ് ലെറ്ററിൻ്റെ നമ്പർ. അപ്പോൾ അതിലൂടെ കയറി നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ഒക്കെ കൃത്യമായിട്ട് വായിക്കാം, അതിനുശേഷം അപ്ലൈ ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും, കാൻഡിഡേറ്റ് ഹു ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് ആൻ അക്കൗണ്ട് ഫോർ എനി CEN issued by RRB in 2024 or 2025 are not required to register again. നിങ്ങൾ 2024 NTPC എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡി എഴുതിയിട്ടുണ്ട്, ALP എഴുതിയിട്ടുണ്ട്, RPF SA എഴുതിയിട്ടുണ്ട്, ഇതിൽ ഏതെങ്കിലും എഴുതിയിട്ടുണ്ട്, RPF കോൺസ്റ്റബിൾ എഴുതിയിട്ടുണ്ട്, JE എഴുതിയിട്ടുണ്ട്, അങ്ങനെ RRBയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ 2024-25 അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇനിയും എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ട, നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഓൾറെഡി നേരെ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആ കാര്യം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇതുവരെയും RRBയോ അതിൽ ഒരു എക്സാമിനും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലാണ് നിങ്ങൾ ഈ ഒരു 2024-25 ചെയ്തിട്ടില്ലെങ്കിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു പ്രൊഫൈലിലോട്ട് നേരെ പോവേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട് നേരെ ലോഗിൻ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഓക്കെ കൊടുക്കുന്നു, ഓക്കെ കൊടുത്ത് നേരെ അകത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് ക്രിയേഷൻ ബട്ടണിൽ കൊടുക്കാനായിട്ട് വരും. അവിടെ നമ്മുടെ നാഷണാലിറ്റി എന്താണെന്ന് സെലക്ട് ചെയ്യാം, പേഴ്സണൽ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാം. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ 10ാം ക്ലാസ് മെട്രിക്കുലേഷനിൽ എന്ത് കിടക്കുന്നോ അത് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇതാ ഇവിടെ ഫുൾ നെയിം കൊടുക്കുക, ആ സാധനം തന്നെ ഇവിടെ റീടൈപ്പ് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൊടുക്കണം. ദെൻ ജെൻഡർ സെലക്ട് ചെയ്യുക, ഇവിടെയും സെലക്ട് ചെയ്യുക. ദെൻ ഫാദേഴ്സ് നെയിം, അതേപോലെ മദേഴ്സ് നെയിം, ഇത് രണ്ടും എന്ത് ചെയ്യുക, രണ്ടിടത്തും ബേസിക് ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ കിടപ്പുണ്ട്. നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കാനായിട്ട് ചോദിക്കും. അവിടെ ഇമെയിൽ ID കൊടുക്കുമ്പോൾ ജനറേറ്റ് ഇമെയിൽ OTP എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇമെയിൽ ID കൊടുത്തതിന് ശേഷം ജനറേറ്റ് OTP കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഇവിടെ ഒരു OTP നിങ്ങളുടെ മെയിലിലേക്ക് വരും. ആ OTP ഇതാ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ചിലപ്പം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, ഓക്കെ ആവും. അപ്പോൾ ഇവിടെ OTP എൻ്റർ ആകും. പക്ഷേ നിങ്ങൾ ഈ മെയിൽ ID വെച്ചിട്ട് ഇതിനു മുമ്പ് RRBയിൽ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ OTP വരില്ല, ആ ഒരു ഇൻഡിക്കേഷൻ കാണിക്കും. അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുക, മൊബൈലിൽ ജനറേറ്റ് മൊബൈൽ OTP എന്നൊരു ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം മൊബൈലിൽ ഒരു OTP വരും, അതും അടിച്ചു കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം വേരിഫിക്കേഷൻ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേരിഫിക്കേഷൻ ഡിജി ലോക്കർ വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ആധാർ കാർഡ് വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ആധാർ കാർഡ് ഇല്ലാന്ന് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും ആധാർ കാർഡ് ഉണ്ട്, ആധാർ കാർഡ് വെച്ചാണ് ചെയ്യേണ്ടത്. അപ്പോൾ വേരിഫിക്കേഷൻ ത്രൂ ആധാർ കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരും. ആ പാസ്വേഡ് നിങ്ങൾക്ക് കൊടുക്കുക.
അവിടെ കൺഫേം പാസ്വേഡ് കൊടുക്കുക. കൺഫേം പാസ്വേഡ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ റോബോട്ട് അല്ല എന്നൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ഒരു പ്രിവ്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പ്രിവ്യൂ ഇതേപോലെ നിങ്ങൾ കൊടുത്ത ബേസിക് ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു പ്രിവ്യൂ കാണിക്കും. ക്ലിയർ അല്ലേ? ആ പ്രിവ്യൂടെ കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഡീറ്റെയിൽസ് ഫിൽഡ് ഓൺ ദ ക്രിയേറ്റ് അക്കൗണ്ട് ഫോം കനോട്ട് ബി മോഡിഫൈഡ് അറ്റ് എനി സ്റ്റേജ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് വൺസ് എ അക്കൗണ്ട് ക്രിയേറ്റഡ് ഡു യു വാണ്ട് ടു പ്രൊസീഡ് എന്ന് കാണിക്കും. അതായത് നിങ്ങൾ ഇനിയും ഏത് RRBയുമായി ബന്ധപ്പെട്ട എക്സാം എഴുതാൻ പോയാലും ഈ ഒരു ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുള്ള അക്കൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സിൽ തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ കൺഫേം ആണ് എങ്കിൽ കൺഫേം കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ടിക്ക് ഇൻറ്റു കൊടുക്കുക, പോയി ഒന്നുകൂടെ റീചെക്ക് ചെയ്തിട്ട് വന്നിട്ട് കൺഫേം കൊടുക്കുക. അങ്ങനെ പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ക്ലിയർ അല്ലേ? നിങ്ങൾ എന്ന് വെച്ചാൽ നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ അല്ല, നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രൊസീജിയറും നിങ്ങൾ പൂർത്തിയാക്കി. ഇനിയുമാണ് നമ്മൾ ആപ്ലിക്കേഷനിലേക്ക് പോകേണ്ടത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ആദ്യം പോയ ഇൻ്റർഫേസിലേക്ക് പോകുന്നു. അവിടെ ലോഗിൻ എന്നൊരു ബട്ടൺ ഉണ്ട്. ലോഗിൻ ക്ലിക്ക് ചെയ്യുന്നു. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻ കാണിക്കും. ഒന്ന് ലോഗിൻ വിത്ത് ആധാർ, 2 ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ട് എങ്കിൽ നിങ്ങൾ ലോഗിൻ വിത്ത് RRB അക്കൗണ്ട് ക്രെഡൻഷ്യൽ വെച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ തെറ്റാതെ യൂസർ ഐ ഡി പാസ്വേഡ് അറിയണം. ഇല്ല എങ്കിൽ നിങ്ങൾ ലോഗിൻ വിത്ത് ആധാർ കൊടുക്കുക. അതാണ് സേഫ്. എല്ലാവരുടെ കയ്യിലും ലോഗിൻ വിത്ത് ആധാർ കൊടുക്കാൻ ആധാറുണ്ട്. അപ്പോൾ അത് കൊടുക്കാം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആധാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാൻ വരും. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്. ആ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ജനറേറ്റ് ആധാർ OTP എന്നൊരു ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ആധാറിൻ്റെ നിങ്ങളുടെ ആധാർ ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് ഞാൻ റോബോട്ട് അല്ല എന്നൊരു ടിക്ക് കൊടുക്കുക. അവിടെ ചിലപ്പോൾ റോബോട്ടുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അത് അറ്റൻഡ് ചെയ്യുക. ദെൻ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എന്ത് ചെയ്യും? നിങ്ങളുടെ പ്രൊഫൈലിലേക്ക്, നിങ്ങളുടെ നിലവിലുള്ള പ്രൊഫൈലിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ അക്കൗണ്ട് ഉണ്ടായിരുന്നുവെങ്കിലും ഇതേ പ്രൊസീജിയർ തന്നെയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. അതിലൂടെ നിങ്ങൾ നേരെ എന്ത് ചെയ്യും? നിങ്ങൾ അകത്തേക്ക് വരുന്നു. ദെൻ അതിനുശേഷം ഇതേപോലെ ഒരു ഇൻഡിക്കേഷൻ വരും. അവിടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അതിനുശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളോട് ഏത് RRB ആണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ ഡേറ്റ്, ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും ഉണ്ട്. നവംബർ മാസം 20 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഏത് RRB ആണ് ചൂസ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതൊരു ചോദ്യമാണ്. RRB ഏതാണ് ചൂസ് ചെയ്യേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് അമൽ സാർ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ വന്നതിന് ശേഷം ആ ഒരു വീഡിയോ കൂടി വരുന്നത്. അപ്പോൾ അതുകൂടി കണ്ടിട്ട് നിങ്ങൾ RRB ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഈ പ്രൊസീജിയറൊക്കെ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം? ആ ഒരു കാര്യം കൂടി നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഏത് RRB ആണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ RRB ചൂസ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഇവിടെ ബാംഗ്ലൂരാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഞാൻ ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി ബാംഗ്ലൂർ ചൂസ് ചെയ്തു. അപ്പോൾ ബാംഗ്ലൂർ ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ 2 ടിക്ക് മാർക്ക് ഉണ്ട്. ആ ടിക്ക് മാർക്ക് കൊടുക്കുക. കാരണം ഇനിയും നിങ്ങൾക്ക് RRB എന്ത് ചെയ്യാൻ പറ്റില്ല, ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാൻ പറ്റില്ല. ഈ ഒരു RRBക്ക് കീഴിലാണ് എല്ലാ പോസ്റ്റുകളിലേക്കും, നമുക്കറിയാം 6 പോസ്റ്റുകളിലേക്കാണ് NTPC ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. ലെവൽ 6 തൊട്ട് ലെവൽ 4 വരെ. ഈ RRB ഈ ഒരു പോസ്റ്റുകളിലേക്കെല്ലാം ഒരേ ഒരു RRBയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ചെന്നൈ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ 6ഉം നമ്മൾ ഈ ചെന്നൈ RRBയിൽ തന്നെ കൊടുക്കണം. ബാംഗ്ലൂരാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 6ഉം നിങ്ങൾ ബാംഗ്ലൂരിൽ തന്നെ കൊടുക്കണം. മുംബൈ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 6 പോസ്റ്റും നിങ്ങൾ മുംബൈയിൽ തന്നെ കൊടുക്കണം. വേറൊരു RRBയിൽ നിങ്ങൾക്ക് മാറി കൊടുക്കാൻ പറ്റില്ല. 2 RRBയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? ആ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. നിങ്ങൾ RRB ചൂസ് ചെയ്തു. ഞാനിവിടെ ബാംഗ്ലൂരാണ്, നിങ്ങൾ ബാംഗ്ലൂർ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ അനാലിസിസ് ചെയ്ത് അമൽ സാർ വീഡിയോ ചെയ്യും. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഇതേപോലൊരു കാര്യം വരും കേട്ടോ. നമ്മൾ കൊടുത്ത ഡേറ്റ എല്ലാം സേവ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ദെൻ നമ്മൾ ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇൻറ്റു മാർക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനായിട്ട് വരും. അവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുള്ള, നിങ്ങൾ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഓൾറെഡി നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം വരും. നിങ്ങളുടെ പേര്, നിങ്ങളുടെ മദേഴ്സ് നെയിം, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അവിടെ വരും. ചില ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. മാരിറ്റൽ സ്റ്റാറ്റസ്, റിലീജിയൻ പോലെയുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഫീസ് ഇളവ് കിട്ടുമെങ്കിൽ, അതായത് SC/ST കാറ്റഗറി ആണ് എങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇളവ് കിട്ടും. വിമൻ ആണെങ്കിൽ ഫീസ് ഇളവ് കിട്ടും. അത്തരത്തിൽ ഫീസ് ഇളവുള്ള കുട്ടികളാണ് എങ്കിൽ അവിടെ S എന്ന് കൊടുത്തതിന് ശേഷം ഫീസ് ഇളവിനുള്ള സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോ സെലക്ട് ചെയ്യാം.
അണ്ടർ ഗ്രാജുവേറ്റോ അൺറിസർവ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ടതില്ല. നേരെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബാക്കി പ്രൊസീജിയറിലേക്ക് പോകാൻ പറ്റും. then അതിനുശേഷം താഴേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ കമ്മ്യൂണിറ്റി ഏതാണ്, അൺറിസർവ്ഡ് ആണെങ്കിൽ അൺറിസർവ്ഡ്, OBC ആണെങ്കിൽ OBC സെലക്ട് ചെയ്യാം. പക്ഷേ അതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് EWS സെലക്ട് ചെയ്യാം. EWS ആണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊടുക്കണം. അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഇതിന് പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മതി. നമ്മളിത് പുറകെ ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നുണ്ട്. then പ്രസൻറ്റ് അഡ്രസ്സും പെർമനൻറ്റ് അഡ്രസ്സും വരും. അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക. then സേവ് ചെയ്യുക. ഓരോ തവണയും നിങ്ങൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിനൊരു സമയമുണ്ട്. ഒരു 15 മിനിറ്റ് എങ്ങാണ്ടാണ് ഈ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടിരിക്കുക. അതിനുശേഷം ഈ വിൻഡോ ക്ലോസ് ആയിപ്പോൾ. അപ്പം നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ സേവ് ബട്ടൺ ആദ്യം കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അവിടെ സേവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ വരും. അതായത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൊടുക്കാനായിട്ട് വരും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വരും, എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്? മക്കളെ ഒരു കാര്യം ഓർക്കുക, നിങ്ങളിവിടെ ബ്രാക്കറ്റോ കോമയോ കുത്തോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവരിത് എടുക്കത്തില്ല. അപ്പോൾ ബ്രാക്കറ്റ്, കോമ, കുത്ത് പോലുള്ള സംഗതികളൊന്നും വേണ്ട. അത് ഒഴിവാക്കിയതിന് ശേഷം സേവ് കൊടുത്താൽ മാത്രമേ ഇത് സേവ് ആവുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണിക്കും നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൊടുക്കൂ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അവിടെ എന്തോ പങ്ക്ച്വേഷൻ മാർക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അത് മാറ്റിയിട്ട് കൊടുത്താൽ അതങ്ങ് സേവ് ആയിക്കോളും. സേവ് കൊടുക്കുക, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വീണ്ടും നമ്മുടെ ഡേറ്റ സേവ് ആയെന്ന് കാണിക്കും. ദെൻ വീണ്ടും അകത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണോ എന്ന് ചോദിക്കും, PWBD ആണോ എന്ന് ചോദിക്കും. ആണെങ്കിൽ അവിടെ എസ് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. സ്ക്രൈബ് വേണമെങ്കിൽ സ്ക്രൈബിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ആണോ അത് ചോദിക്കും, then അവിടെ കൊടുക്കാം. then അതെല്ലാം കഴിഞ്ഞ് വീണ്ടും താഴേക്ക് വരുന്നു. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കാണും. ഇല്ല എങ്കിൽ നിങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് എന്താണ് എൻ്റർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ 500 രൂപയാണ് പേ ചെയ്യുന്നത്. 500 രൂപയിൽ 400 രൂപ മെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാം കഴിയുമ്പോൾ തിരിച്ച് റിട്ടേൺ ആയിട്ട് വരും. ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 250 രൂപയും തിരിച്ച് റിട്ടേൺ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. then അതിനുശേഷം സേവ് ഓപ്ഷൻ കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ ഓർക്കുക, ആദ്യം നമ്മൾ മെട്രിക്കുലേഷൻ SSLC ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ SSLC കൊടുക്കണം. അവിടെ റോൾ നമ്പർ, സീരിയൽ നമ്പർ, ഇതേപോലുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എവിടെയാണ് പഠിച്ചത് ഇതേപോലുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഇവിടെ ക്വാളിഫിക്കേഷൻ എന്ന് വീണ്ടും കാണും. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാച്ചിലർ ഡിഗ്രി കൊടുക്കണം. കാരണം ഇത് ബാച്ചിലർ ഡിഗ്രി വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് ഇവിടെ ബാച്ചിലർ ഡിഗ്രി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ താഴോട്ട് ഇതേപോലെ തന്നെ ആഡ് ചെയ്യാനായിട്ട് ഓപ്ഷൻ വരും. ഓക്കെ, അവിടെ നിങ്ങളുടെ ഇതിപ്പോൾ മെട്രിക്കുലേഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. അവിടെ ഒരു സീരിയൽ നമ്പർ കൂടി ആഡ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ആ നമ്പറോട് കൊടുക്കുക. നേരത്തെ ചിലപ്പോൾ ആ സീരിയൽ നമ്പർ ഉണ്ടാവണമെന്നില്ല, റോൾ നമ്പർ വരെ കാണുകയുള്ളൂ. സീരിയൽ നമ്പറോട് കൊടുക്കുക, അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേറ്റ് കൊടുത്തതിന് ശേഷം താഴത്തേക്ക് പോകുന്നു. ബാച്ചിലർ ഡിഗ്രി, ബാച്ചിലർ അത് ഏത് സർട്ടിഫിക്കറ്റ് ഏതാണ്, സംസ്ഥാനം ഏതാണ്, ഡിസ്ട്രിക്റ്റ് ഏതാണ്, കോളേജ് ഏതാണ്, അതേപോലെ തന്നെ പബ്ലിഷ് ചെയ്ത ഡേറ്റ് ഏതാണ്, നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനമുണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അതെല്ലാം എൻ്റർ ചെയ്ത് നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ഇത് രണ്ടും, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെട്രിക്കുലേഷനും ബാച്ചിലർ ഡിഗ്രിയും, ഈ രണ്ട് സർട്ടിഫിക്കറ്റും ഇവിടെ എൻ്റർ ആയി നിൽക്കുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. ഇത് രണ്ടും തൽക്കാലം ഈ ഒരു ക്വാളിഫിക്കേഷൻ മതിയാവും. then അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. നേരെ നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും കൊടുക്കാനുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നേരത്തെ നമ്മളിവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്യാപ്ചർ ലൈവ് ഇമേജ് ആണ്. അതായത് നിങ്ങളിവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. നോൺ വൈറ്റ് ക്ലോത്തിങ് ഡ്രസ്സായിരിക്കണം നമ്മൾ പ്രിഫറബിളി കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. നോൺ വൈറ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, ക്ലോത്തിങ് നോൺ വൈറ്റ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ദെൻ അതായത് ഒരു ഡാർക്ക് കളറൊക്കെയാണ് പ്രിഫർ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ കോൺട്രാസ്റ്റ്, ബാക്ക്ഗ്രൗണ്ട് കോൺട്രാസ്റ്റ് ചൂസ് ചെയ്യുക. അപ്പം ബാക്ക്ഗ്രൗണ്ടും എന്താണ് വൈറ്റ് രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പക്ഷേ നോൺ വൈറ്റ് ക്ലോത്ത് ആയിരിക്കണം ഡ്രസ്സായിട്ട് യൂസ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒരു ലൊക്കേഷൻ, കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ ചൂസ് ചെയ്യണം. ക്യാമറ പൊസിഷൻ ചെയ്യണം. കാരണം ഇത് നമ്മൾ നേരിട്ട് ഫോട്ടോ എടുക്കുകയാണ്, മറ്റേ രീതിയിലുള്ള നിലവിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യലല്ല. നമ്മൾ ഈ സിസ്റ്റം വെച്ചിട്ട് ഫോൺ വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, അവിടെ സ്ട്രെയിറ്റ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ദെൻ ഫേസ് വളരെ വിസിബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം, അതൊക്കെ പറയുന്നുണ്ട്. മാസ്കോ അതല്ലെങ്കിൽ കണ്ണിൽ കണ്ണാടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വെക്കേണ്ടത്. ആപ്ലിക്കൻസ് വിത്ത് ഫോട്ടോഗ്രാഫ് ദാറ്റ് ഡു നോട്ട് കംപ്ലൈ വിത്ത് ദി ഗൈഡ് ലൈൻസ് ആർ ലയബിൾ ടു ബി റിജക്റ്റഡ്. ഇവർ പറഞ്ഞിരിക്കുന്ന ഈ ഗൈഡ് ലൈൻ പ്രകാരമല്ല ഫോട്ടോ എടുത്തതെങ്കിൽ അത് റിജക്ട് ചെയ്യും. അപ്പം നോൺ വൈറ്റ് ഡ്രസ്സായിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആവാതെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നതാണ് ബെറ്റർ. നിങ്ങളുടെ ഫേസ് കറക്റ്റ് ആയിരിക്കണം, ഫേസ് ഒരു വൃത്തത്തിനകത്ത് സർക്കിളിനകത്തിൽ നിൽക്കണം. ആ ഒരു രീതിക്ക് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. then അതിനുശേഷം താഴെ ക്യാപ്ചർ ലൈവ് ഇമേജ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു എന്താണ്
ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു QR കോഡ് കാണാൻ പറ്റും. ഓക്കെ, ഞാൻ QR കോഡ് എടുത്തിട്ടില്ല. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു QR കോഡ് കാണാൻ പറ്റും. ആ ഒരു QR കോഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, QR കോഡ് നിങ്ങൾ സെലക്ട് ചെയ്യുക. QR കോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ ഫോൺ എടുത്തിട്ട് ഫോണിനകത്തിൽ നിങ്ങൾ നേരെ ക്രോമിൽ പോവുക. ക്രോമിൽ പോകുമ്പോൾ ക്രോമിൻ്റെ സൈഡിലായിട്ട് ഒരു ലെൻസ് ഉണ്ടല്ലോ, ക്രോമിൻ്റെ സൈഡിലായിട്ട് ലെൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ ലെൻസ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതായത് ഇവിടെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൻ്റെ സൈഡിൽ ലെൻസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ ലെൻസിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അവിടെ ഒരു ക്യാമറ പോലത്തെ ചിഹ്നമാണ്. ആ ലെൻസിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ആ ലെൻസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യാം. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ നേരെ നിങ്ങൾ വീണ്ടും ലോഗിൻ ചെയ്യാനായിട്ടൊരു ബട്ടണിലേക്ക് പോകും. ഫോണിൽ ലോഗിൻ ചെയ്യാനായിട്ട് വരും. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. നമ്മൾ ആദ്യം കണ്ടതുപോലെ ലോഗിൻ ചെയ്യാനായിട്ട് വരും. അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. OTP വരും. OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറുമ്പോൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. ഓക്കെ, ഈ ഇൻ്റർഫേസിൽ താഴെ ക്യാപ്ചർ ലൈവ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ക്യാപ്ചർ ലൈവ് ഇമേജിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇൻഡിക്കേഷൻ വരും. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം യെസ് എന്ന് എന്ത് ചെയ്യുക, കൊടുക്കുക. യെസ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ ഇതിന് ശേഷം ഇനി എന്ത് ചെയ്താൽ മതി, ഇതേപോലെ വരും. അവിടെ നിങ്ങളുടെ മുഖം നിങ്ങൾ ഇവിടെ ഒരു റൗണ്ട് ഉണ്ടായിരിക്കും. ആ റൗണ്ടിനകത്തിലേക്ക് മുഖം സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഫോണിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ മുഖം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കണ്ണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക. ഇതേപോലെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുക. ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് താഴെ ഒരു കൗണ്ട് ഡൗൺ വരും. കൗണ്ട് ഡൗൺ വന്നിട്ട് ഇതേപോലെ ആ ഒരു ഫോട്ടോ ഫിക്സ് ആയിട്ട് കാണിക്കും. ഓക്കെ, ഒരു ഫിക്സ്ഡ് രീതിയിൽ കാണിക്കും. കാണിച്ചതിന് ശേഷം നിങ്ങളിവിടെ സേവ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ആ സേവ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അവിടുത്തെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് നേരെ നിങ്ങളുടെ എവിടേക്ക് വരാം, വീണ്ടും തിരിച്ച് നിങ്ങൾ ഇൻ്റർഫേസിലേക്ക് വരാം. അതിനുശേഷം നിങ്ങൾക്ക് താഴെ സിഗ്നേച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സിഗ്നേച്ചർ ക്ലിക്ക് ചെയ്യുക. സിഗ്നേച്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആദ്യം നിങ്ങളൊരു പേപ്പറിൽ, വൈറ്റ് പേപ്പറിൽ നിങ്ങളൊരു സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ എടുക്കുക. ഓക്കെ, സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ എടുക്കുക. നിങ്ങൾ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷം ഫോട്ടോ എടുക്കുക. ആ ഫോട്ടോ എടുത്തതിന് ശേഷം അത് നിങ്ങൾ നേരെ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സൈസ് റെഡ്യൂസർ, അതായത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സൈസ് റെഡ്യൂസറിൽ പോവുക. ഏതെങ്കിലും ഇഷ്ടംപോലെ ഗൂഗിളിൽ കാണും. സെർച്ച് ചെയ്തതിന് ശേഷം എടുക്കുക. അവിടെ കൊണ്ടുപോയി ഇട്ടതിന് ശേഷം അതിൻ്റെ വിഡ്ത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ വിഡ്ത്ത് 140 പിക്സലും 60 പിക്സൽ ഹൈറ്റുമായിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ ഏതെങ്കിലും ഒരു സൈസ് അഡ്ജസ്റ്ററിലേക്ക് പോയാൽ മതി, അവിടെ കിട്ടും. വിഡ്ത്ത് 140 പിക്സലും ഹൈറ്റ് എത്രയാണ്, 60 പിക്സലുമായിട്ട് സെറ്റ് ചെയ്യാം. അതിൻ്റെ KB 40 KB എന്ന് പറയുന്നത് 49 KB മാക്സിമവും 30 KB മിനിമവുമാണ്. അപ്പോൾ മിനിമം 30 KB എങ്കിലും ആ ഒരു ഫയലിന് JPG ഫയലിന് സൈസ് ഉണ്ടായിരിക്കണം. മാക്സിമം പോയാൽ 49 പാടുള്ളൂ. അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടിക്ക് മാർക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ സിഗ്നേച്ചറും എന്ത് ചെയ്യുകയാണ്, ഇതിലേക്ക് അപ്ലോഡ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരെ അടുത്ത ബാറിലേക്ക് പോകുന്നു. നിങ്ങൾ ഏത് പ്രിഫറൻസ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്, അതായത് ഏത് രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത്, അതിന് വേണ്ടി വരുന്ന പ്രിഫറൻസ് ഏതാണ്, അതിന് ഇത്രയും ചെയ്താൽ മതി. ഇവിടെ ഒരു പ്ലസ് മാർക്ക് ഉണ്ട്. ആ പ്ലസ് മാർക്ക് സെലക്ട് ചെയ്താൽ നേരെ ഈ സംഗതികൾ എങ്ങോട്ട് പോകും, ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകും. അപ്പോൾ ആദ്യം ഇതിപ്പോൾ ബാംഗ്ലൂരാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഓർഡറാണ്. അതായത് ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ബാംഗ്ലൂരിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് 134 വേക്കൻസികൾ വരുന്നത് എവിടെയാണ്, ഗുഡ്സ് ട്രെയിൻ മാനേജർക്കാണ്. അപ്പോൾ 134 വേക്കൻസി ഗുഡ്സ് ട്രെയിൻ മാനേജർക്കുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന സ്റ്റേഷൻ മാസ്റ്റർക്കാണ് 36 വേക്കൻസി ഉണ്ട്. then അതേപോലെ തന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. then അതേപോലെ തന്നെ ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് ഉണ്ട്. then കൊമേഴ്സ്യൽ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഉണ്ട്. അപ്പോൾ ഇതേത് രീതിയിലാണ് ഇതിൻ്റെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, ഇതും അമൽ സാർ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം മാത്രം ആ ഒരു പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം ഗുഡ്സ് ട്രെയിൻ മാനേജറാണ്. then അതിനുശേഷം സ്റ്റേഷൻ മാസ്റ്റർ കൊടുത്തു, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് കൊടുത്തു, ജൂനിയർ അക്കൗണ്ട്സ് കം ടൈപ്പിസ്റ്റ് കൊടുത്തു, then ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് കൊടുത്തു. then അതിനുശേഷം എന്താ കൊടുത്തേ, നമ്മുടെ ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ കൊടുത്തു. ഇത്രയും പോസ്റ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിന് ശേഷം ഈ ഒരു ഇത്രയും ഭാഗം നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് താഴെ ഒരു ഭാഗത്തേക്കാണ്. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുക. താഴേക്ക് പോകുമ്പോൾ ഇവിടെ പ്ലേസ് സെലക്ട് ചെയ്യാൻ വരും. അവിടെ നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് ചൂസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സിഗ്നേച്ചർ കാണിക്കും. കാണിച്ചതിന് ശേഷം ഇവിടെ പ്രിവ്യൂ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നേരെ എന്ത് ചെയ്യാണ്, പ്രിവ്യൂയിലേക്ക് പോവാണ്. അതിന് മുമ്പ് ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ട്. ആ ഒരു ടിക്ക് മാർക്ക് കൂടെ ഒന്ന് കൊടുത്തതിന് ശേഷം വേണം കൊടുക്കാൻ. പ്രിവ്യൂ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ മുഴുവനായിട്ട് കാണിക്കും. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഒരു 3-4 പേജുള്ള ഒരു, അല്ലെങ്കിൽ ഇങ്ങനെ നീളത്തിൽ താഴേക്ക് കിടക്കുന്ന രീതിയിലാണ് വരിക. അത് മുഴുവൻ വായിച്ച് നോക്കിയതിന് ശേഷം ഓക്കെ ആണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു ടിക്ക് മാർക്ക് കൂടെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. ഇവിടെ ഇൻഡിക്കേഷൻ വന്നു, ആപ്ലിക്കേഷൻ വിൽ നോട്ട് ഏബിൾ ടു മേക്ക് എനി കറക്ഷൻസ് ഇൻ ദി
ഓൺലൈൻ ആപ്ലിക്കേഷൻ ആഫ്റ്റർ സബ്മിഷൻ. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാറ്റം പറ്റില്ല. ചില കാര്യങ്ങൾ മാത്രം പിന്നീട് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആക്കി തരും. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. വീണ്ടും കറക്ഷൻ കൊടുക്കണമെങ്കിൽ ഫീസും കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് എന്താണ്, ഇപ്പം തന്നെ കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കാം. അതിനുശേഷം നോക്കുമ്പോൾ 500 രൂപയാണ് ഫീസ്. അതായത് മെയിൽ ആണെങ്കിൽ 500, ഫീമെയിൽ ആണെങ്കിൽ 250, SC/ST ആണെങ്കിൽ 250. നിങ്ങളുടെ ഫീസ് എത്രയാണോ അത് വരും. അവിടെ പേ വിത്ത് SBI ഇ-പേ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് വരും. അതിനുശേഷം ഇവിടെ എഗ്രി കൊടുക്കുക, പ്രൊസീഡ് കൊടുക്കുക. നിങ്ങൾക്ക് UPI സെലക്ട് ചെയ്യാം. ഇവിടെ UPI ഉണ്ട്. UPI സെലക്ട് ചെയ്തതിന് ശേഷം ഒരു QR കോഡ് വരും. ആ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. പേയ്മെൻറ്റ് ചെയ്ത് ഒരു 5 സെക്കൻഡിന് ശേഷം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സക്സസ്ഫുൾ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്തു എന്നതിൻ്റെ റെസിപ്റ്റ് കാണാനായിട്ട് പറ്റും. ഇത്രയുമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. ഇവിടെ വന്നതിന് ശേഷം ആദ്യം കിടക്കുന്നുണ്ടോ 6/2025, ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാണാനായിട്ട് പറ്റും. ഇതാണ് അപ്ലൈ ചെയ്യാനുള്ള പ്രൊസീജിയർ. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് വീണ്ടും വീണ്ടും കാണുക. പോസ്റ്റ് പ്രിഫറൻസ്, RRB ഏത് ചൂസ് ചെയ്യണം, ഇതെല്ലാം ഈ ചാനൽ വരും. അപ്പോൾ എല്ലാവരും ഈ ചാനൽ ആദ്യം എന്ത് ചെയ്തേക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. പറ്റാവുന്നതിന് അത്രയും ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ. മാക്സിമം നിങ്ങളുടെ ചാനലുകളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. ആ കമൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കോ. അതൊക്കെ തീർത്തുകൊണ്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് യാത്രി എന്ന് പറയുന്ന ഒരു ബാച്ച് RRB NTPCക്ക് വേണ്ടി CBT1 CBT2 കവർ ചെയ്യുന്ന രീതിയിൽ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ ബാച്ച് തുടങ്ങാൻ പോകുന്നത് നവംബർ മാസം 1-ാം തീയതിയാണ്. നവംബർ 1-ാം തീയതിയാണ്. ഇപ്പോൾ പ്രീ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 250 സ്റ്റുഡൻസിന് മാത്രമേ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആരെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസ് കിട്ടും. ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട് കിട്ടും. ഇംഗ്ലീഷിലും മലയാളത്തിലും ടെസ്റ്റ് കിട്ടും. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയ ഒരു ടീം നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ക്ലാസ്സുകളായിരിക്കും ഈ ഒരു ബാച്ചിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. 350+ അവേഴ്സിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷനുകൾ ഉണ്ടായിരിക്കും. ദെൻ പ്രിന്റബിൾ PDF നോട്ടുകൾ ഉണ്ടായിരിക്കും. ഡെയിലി പ്രാക്ടീസ് എക്സാമുകൾ ഉണ്ടായിരിക്കും. PYQ+ മോക്ക് ടെസ്റ്റ് സീരീസുകൾ ഉണ്ടായിരിക്കും. മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. മോട്ടിവേഷൻ സെഷൻ ഉണ്ടായിരിക്കും. ദെൻ CBT2 എക്സാം എന്നാണോ കഴിയുന്നത് അതുവരെ ഈ പറയുന്ന ബാച്ചിൽ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഇനി അതും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് വരുമ്പോൾ ആ ടെസ്റ്റ് സീരീസിലോട്ടുള്ള ആക്സസ് കിട്ടും. അങ്ങനെ എല്ലാമായിട്ടുള്ള അടിപൊളി ബാച്ചാണ് യാത്രി ബാച്ച്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് 8281223366 ഈ നമ്പറിലേക്ക് ബന്ധപ്പെട്ടോടാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ആ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തോ. അടിപൊളിയായിട്ട് പഠിച്ചോ മക്കളെ. നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ കൂടെ തന്നെ കാണും. ടീം സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ വിജയത്തിനായിട്ട് നിങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് ബാച്ചിൽ കാണാം. ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ചാനൽ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചോടാം. താങ്ക് യു സോ മച്ച്.